ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണു ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ വരുണിനെയും രേഖേനെയും കൂടെ ഇങ്ങനെ അടുത്തുകൊണ്ട് നിർത്തിയേക്കും. അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ സന്തോഷമായി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അകത്തെന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കാഞ്ചന ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ കാഞ്ചന ഒളിഞ്ഞു നോക്കുന്നത് ഗീതുവിന് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരും കേട്ടോ. ഗീതു ദേഷ്യപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും കാഞ്ചന എൻ്റെ ദൈവമേ ഇനി എവിടെ ഒളിക്കുമെന്ന് പറഞ്ഞിട്ട് തോണ്ട മറവിൽ ഒളിക്കാൻ നോക്കുക കേട്ടോ. ആ സമയത്തേക്കും ഗീതു ചെന്ന് ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞത് ഗോവിന്ദ അമ്പലത്തിൽ പോയതാന്ന്. എന്നിട്ട് അമ്പലത്തിലൊന്നും അല്ലല്ലോ പോയത്, ഇതെന്നിട്ട് ഇപ്പോൾ എവിടെയാണ് പോയതെന്നൊക്കെ ചോദിക്കുക. അപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ എവിടെയാണ് പോയ കാര്യമൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും അവരിങ്ങനെ ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കുക. ഗോവിന്ദ് ഇങ്ങനെ അയ്യപ്പദാസിനെ കൊണ്ട് വരുൺ എവിടെയാണെന്ന് അന്വേഷിച്ച കാര്യവും അപ്പോൾ ആ കൂടെ ആ പെണ്ണുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ അവിടെ വെച്ച് ഇല്ലാതാക്കും, ഇങ്ങനെ വലിച്ച് കീറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ പറയുന്നതൊക്കെ ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയതൊന്നും അല്ല, ഇങ്ങനെ വരുണിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഗോവിന്ദേട്ടൻ പോയതാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതേസമയം രേഖയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് വരുണിനെ കണ്ടിട്ട്. രേഖ ഇങ്ങനെ മൈൻഡൊന്നും ചെയ്യുന്നൊന്നുമില്ല. എന്നിട്ട് രേഖയുടെ അടുത്ത് എന്ന് വെച്ച് വരുൺ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ കുറച്ച് സംസാരിക്കാനുണ്ടെന്നും നീ എന്നോട് പുറക്കണമെന്നൊക്കെ പറയാം. അപ്പോൾ ചോദിക്കും, എന്നിട്ടാണോ ഞാൻ സുവർണനെ കൂട്ടി നിങ്ങളെ അവിടെ വെച്ച് പൊക്കേ നിൽക്കുമ്പോൾ പറയും, നീ എന്നെ കഴിഞ്ഞ പോയ കാര്യങ്ങളൊന്നും ഓർപ്പിക്കില്ലേ, ഇനി നമുക്ക് നമ്മുടേതായ ജീവിക്കണം, നീ എന്നോട് പൊറുക്കണം, ഞാൻ എത്ര നാൾ വേണേലും നിനക്ക് വേണ്ടി കാത്തിരിക്കാമെന്നൊക്കെ ഇങ്ങനെ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് രേഖയുടെ അടുത്ത്. അപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. രേഖയെ മൈൻഡ് ചെയ്യുന്നില്ല. അതിന് പറയും, എനിക്ക് കുറച്ച് സമയം വേണം, എനിക്കൊന്ന് പഠിക്കാനുണ്ട്, ഇങ്ങനെ നിങ്ങളെ വിശ്വസിക്കാൻ എനിക്കിനി പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു എത്ര നാൾ വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയമാണ് അപ്പോഴത്തേക്കാണ് സുവർണയുടെ നമ്പർ കോള് വരുന്നത്. അപ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളെടുത്ത് വെച്ച് സംസാരിക്കുക, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, എനിക്ക് നിങ്ങളെ അത്രയും അങ്ങോട്ട് വിശ്വാസമില്ല എന്നുള്ള കാര്യം തന്നെ രേഖ പറയുകയാണ്. എന്നിട്ട് അപ്പം തന്നെ രേഖ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകുവാണ്. അപ്പം സുവർണ വിളിച്ചത് ഇത്രയും നേരമായിട്ട് ഗോവിന്ദ് ചെന്ന സമയത്ത് സുവർണ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും നേരമായിട്ട് സൗണ്ടൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി വന്ന് ഡോറ് തുറന്ന് നോക്കി. അപ്പം ഡോറ് പുറത്തുനിന്ന് ലോക്ക്. അപ്പോൾ സുവർണനെ അവിടെ നിന്ന് റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ടാണ് പോന്നേക്കുന്നത്. എന്നിട്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്കിങ്ങനെ അത്യാവശ്യം ഒരു ഘട്ടം വന്നു, അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോരേണ്ട വന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. നീ അപ്പോൾ ഇനി ആ റൂം ഇങ്ങനെ ഹോട്ടലിൽ വിളിച്ചിട്ട് വെക്കേറ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ എങ്ങനെയാലും നിനക്ക് ഇങ്ങനെ പോരാലോ, എന്നിട്ട് നീ എന്നാന്ന് വെച്ചാൽ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് ഈ വരുണ്. എന്നിട്ട് വരുൺ വിചാരിക്കും, ഇനി കുറച്ച് ദിവസത്തേക്ക് സുവർണ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണ്ട, എങ്ങനെയെങ്കിലും രേഖയുടെ ലോഹ്യത്തിലാകണം എന്നൊക്കെ ഇങ്ങനെ വരുണ് കാണിക്കുന്നതാണ് കാണുന്നത്. അതേസമയത്ത് ഗീതുവാണ് നല്ല ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോകുക. എന്നിട്ട് റൂമിൽ ചെന്ന് ഇങ്ങനെ റൂമിലിരിക്കുക. അതേ സമയത്ത് ഗോവിന്ദ് റൂമിലേക്ക് വരിക. അപ്പോൾ ഗോവിന്ദ് വരുമ്പോഴത്തേക്കും ചോദിക്കും, നീ കണ്ടോ എങ്ങനെ നിങ്ങൾ ഇവരെ ഒന്നിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, നീ എൻ്റെ കഴിവ് കണ്ടോ, അവരെ എനിക്ക് അങ്ങനെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും പറയും, അതെങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ അവരെ ഒന്നിപ്പിക്കാൻ നോക്കി, എന്തോ ഉണ്ട്, അല്ലാതെ വെറുതെ വരുണേട്ടൻ എന്താണെങ്കിലും ഗോവിന്ദിൻ്റെ കൂടത്തി വരില്ല എന്നിങ്ങനെ ഗീതു പറയുകയാണ്. എന്തോ ഉണ്ടെന്ന് പറയും, ഒന്നുമില്ലാന്ന് പറയും. അല്ല നിങ്ങൾ ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിക്കുക. അപ്പോൾ പറയും, ഞാൻ നിൻ്റെ അടുത്ത് തന്ന ഒരു കാര്യം പറയാം, നീ അത് ആരുടെ അടുത്തും രേഖയുടെ അടുത്തൊന്നും പറയരുത്, നീ എനിക്ക് സത്യം ചെയ്യാൻ പറയണം. അങ്ങനെ സത്യം ചെയ്യാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ പറയുകയാണ്, ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ കാണിക്കുക. ആ പേപ്പറിൽ മുഴുവൻ കുറേ സ്വത്തുക്കളെല്ലാം രേഖയുടെ പേരിൽ ഗോവിന്ദ് എഴുതി വെച്ചേക്കുന്നതാണ് കാണിക്കുന്നത്. അതെല്ലാം അപ്പോൾ ആ സ്വത്തെല്ലാം രേഖയുടെ പേരിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഗോവിന്ദിൻ്റെ കൂടത്തിൽ വരുൺ വരുന്നത്. അപ്പോഴത്തേക്കും ചോദിക്കും, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് കാണിച്ചേ, അതൊക്കെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും രേഖച്ചിനെ ഇല്ലാതാക്കിയിട്ട് ആ സ്വത്തൊക്കെ വരുണായിട്ട് സ്വന്തമാക്കാനല്ലേ നോക്കത്തുള്ളൂ, എന്നിട്ടാണോ ഇത്രയും വലിയ ബുദ്ധിമാനാണോ ആ AGM ഗ്രൂപ്പിൽ വരുണേട്ടന് ഇത്രയും വലിയ ക്യാഷിൻ്റെ തിരിമറി നടത്തിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കും. ഞാൻ അതൊക്കെ എനിക്കറിയാമായിരുന്നു, അവൻ പൈസ തിരിമറി നടത്തിയ കാര്യമൊക്കെ കുറേയൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ചില കാര്യത്തിലൊക്കെ കണ്ണടച്ചു. പക്ഷെ രേഖയുടെ ജീവിതത്തിൽ അങ്ങനെ അവൻ നോക്കാനാക്കെങ്കിൽ അത് ഞാൻ കണ്ണടയ്ക്കത്തില്ല എന്ന് അവനറിയാം, അവനത് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാം. അപ്പോൾ എന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട്, അപ്പം വരുണേട്ടന് അത്ര പ്രശ്നക്കാരനാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദനൊന്നും പറയാനില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ അവളുടെ രേഖയുടെ പേരിൽ എഴുതി വെച്ച പ്രത്യേക ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ആ കാര്യം ഞാൻ അവനെ കൃത്യമായിട്ട് കാണിച്ചും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. രേഖയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തെല്ലാം അനാഥാലയത്തിൻ്റെ പേരിൽ പോകും, 1 രൂപ അവനെ കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ
ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് ഞാൻ അവൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അവൻ ആ പൈസയിൽ സ്വത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിമറി നടത്താൻ നോക്കിയാലും അത് ഞാൻ അറിയും എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. എന്നിട്ട് പറയും, ഈ കാര്യം ഒന്നും ഒരിക്കലും നീ രേഖയുടെ അടുത്ത് പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല അങ്ങനെ പറയുകയാണ്. എന്നാലും ഗോവിന്ദേട്ടാ, രേഖേച്ചീനെ സ്നേഹിച്ചിട്ടല്ല, സ്വത്ത് സ്നേഹിച്ചിട്ടല്ലേ വരുണിപ്പോൾ ഇങ്ങനെ വരുൺ കൂടെ വന്നതെന്നുള്ള കാര്യം പറയുക. ഒരാളുടെ കണ്ണിലെ സ്നേഹം തിരിച്ചറിയാനൊരു കഴിവൊന്നും ഇല്ല ഈ ഗോവിന്ദേട്ടൻ എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയുക കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്, എനിക്ക് മനസ്സിലായി, എനിക്ക് ആ സ്നേഹം മനസ്സിലായി, രേഖയുടെ കണ്ണിലെ ആ സ്നേഹം എനിക്ക് അപ്പോൾ മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എന്നിട്ട് പറയും, കണ്ണിലെ സ്നേഹം മനസ്സിലായി, ഒന്നും മനസ്സിലായില്ല എന്നുള്ളവർ മനസ്സിലായില്ല എന്ന് പറയാം. അപ്പോഴത്തേക്കും ഇങ്ങനെ ഗീതുവിനെ പിടിച്ചിട്ട് ഗീതുവിൻ്റെ കണ്ണിലേക്ക് നോക്കുക കേട്ടോ. അപ്പം ഗീതു പറയും, അയ്യോ മനസ്സിലായോ, ഇനി അതുകൊണ്ടാണോ എൻ്റെ കണ്ണിലേക്ക് നോക്കുന്നതെന്ന് പറയും. ഇപ്പം എനിക്ക് നിൻ്റെ കണ്ണിൽ നിന്ന് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറയും, ഞാൻ ആ ചെയ്ത നല്ല കാര്യം ഒരു പുണ്യപ്രവൃത്തിയാണ്, അതുകൊണ്ടല്ലേ അങ്ങനെ നിൻ്റെ കണ്ണിൽ നിന്ന് എനിക്ക് മനസ്സിലാവണേന്ന് പറയും. എന്നിട്ട് ഇപ്പോഴത്തേക്കും ഗീതുവിന് ദേഷ്യപ്പെട്ട് ഗീതു അങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ. ഒന്നും മനസ്സിലായില്ല എന്നുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഗീതുവിൻ്റെ ഒരു ദേഷ്യമൊക്കെ കാണിക്കുന്നത്, ഗോവിന്ദനോടുള്ള പ്രണയം ഗോവിന്ദ് മനസ്സിലാക്കിയില്ലല്ലോ, എന്താ ഇനിയിപ്പോൾ എങ്ങനെയൊന്നും പറയണേ. അപ്പം ഗീതുവിന് അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെയുണ്ട്. ഇനി ഞാൻ രേഖേച്ചിയുടെ അടുത്ത് എന്ത് പറഞ്ഞ് മനസ്സിലാകുമെന്നൊക്കെ ചോദിക്കും. ഞാൻ രേഖേച്ചിക്കൊരു ഉപദേശം കൊടുത്തോട്ടെ, ഒന്ന് ശ്രദ്ധിച്ചോണോ എന്നുള്ളൊരു ഉപദേശം കൊടുത്തോട്ടെ എന്ന് ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കും. അത് കൊടുത്തു, പക്ഷേ വേറെ ഒന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഗീതുവിൻ്റെ പ്രണയം ഗോവിന്ദ് മനസ്സിലാക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു നിരാശയൊക്കെ ഗീതുവിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ റൂമിന് പുറത്തേക്ക് പോകുക. എന്നിട്ടപ്പോഴത്തേക്ക് ഗീതു വിചാരിക്കുക, ഇത് പൊട്ടനാണോ, ഇനി പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ, അതിനി എന്നെ മനസ്സിലാക്കാത്തത് ഞാൻ അതിലും വലിയ പൊട്ടിയായിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ വിചാരിക്കുവാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ വരുണിൻ്റെ അടുത്ത് ഗോവിന്ദ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും രേഖനെ ഇങ്ങനെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് രേഖനെ സ്വീകരിക്കാൻ പറ്റില്ല എന്നും അവൾക്ക് എൻ്റെ പോലത്തെ ഒരു സ്റ്റാറ്റസ് ഇല്ല എന്നും, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൾക്ക് പൈസ ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗോവിന്ദൻ്റെ അടുത്ത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പണ്ട് നമുക്ക് ഇങ്ങനെ വീടിൻ്റെ പേര് എഴുതാൻ പോലും ഒരു ഭിത്തി പോലും ഇല്ലായിരുന്നു വീടിന്, ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇത്രയും ആയെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയാം. അപ്പോൾ പറയും, അതൊന്നും ഇനി എനിക്ക് പഴഞ്ചപ്പോഴാണ് ഒന്നും എനിക്ക് കേൾക്കണ്ടെന്നും വരുൺ പറയുന്നുണ്ട്. വരുൺ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് രേഖയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കളെല്ലാം കൂടെ കാണിച്ചിട്ട് ഗോവിന്ദ് പറയുന്നത്, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവളെ ഞാൻ വേറൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചോളാം. അപ്പം ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഗോവിന്ദേട്ടനെ രക്ഷിക്കാൻ വേണ്ടി അന്ന് അങ്ങനെയൊക്കെ അവളെ സ്വീകരിച്ചതെന്ന് വരുൺ പറയും. അപ്പോഴത്തേക്കും ഗോവിന്ദ് ദേഷ്യപ്പെടുക, ആരും ഇല്ലാതെ നീ അവളെ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇനിയിപ്പോൾ എന്നെ രക്ഷിക്കാനാണെന്ന് നീ പറഞ്ഞോളെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ദേഷ്യപ്പെടുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ ഇനിയിപ്പോൾ അവളെ വേറൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ സ്വത്തൊക്കെ പേരിലൊക്കെ കാണുമ്പോഴത്തേക്കും വേഗം തന്നെ വരുണിൻ്റെ ഇതൊക്കെ മാറുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.